കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്നത് കേവലം ഒരു പേരോ പദവിയോ അല്ല, മറിച്ച് ഒരു വികാരമാണ്. ആ വികാരം ഇന്നും ജനഹൃദയങ്ങളിൽ അലയടിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മകൾ മറിയ ഉമ്മന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന പുതിയ ചർച്ചകളും. UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വങ്ങളും കുടുംബത്തിനകത്തെ തർക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒത്തുചേരുന്ന ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നടന്ന UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നാടകീയമായ ആ വെളിപ്പെടുത്തൽ ഉണ്ടായത്. മറിയ ഉമ്മനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അടൂർ പ്രകാശ് പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷെ തലവിധി മോശമായതിനാൽ നടന്നില്ല എന്ന് മാത്രം. ഈ ഒരു വാചകം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ആരെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ഗൗരവകരമായി ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ അത് തടയപ്പെട്ടുവെന്നുമാണ് അടൂർ പ്രകാശ് ഇതിലൂടെ വ്യക്തമാക്കിയത്. ഒരു മുതിർന്ന നേതാവ് പരസ്യമായി ഇത്തരം ഒരു നിരാശ പങ്കുവയ്ക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും തീരുമാനമെടുക്കുന്നതിലെ പാളിച്ചകളെയും വിരൽ ചൂണ്ടുന്നു. മറിയെ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റേതോ ശക്തികൾ അതിന് തടസ്സം നിന്നുവെന്നുമാണ് ഇതിലൂടെ വായനക്കാർക്ക് ലഭിക്കുന്ന സന്ദേശം. മറിയ ഉമ്മനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തലയും VD സതീശനും മുൻകൈ എടുത്തിരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം എന്നിവിടങ്ങളിൽ മറിയെ പരിഗണിച്ചിരുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനോടുള്ള ആദരസൂചകമായും അദ്ദേഹത്തിന്റെ വിയോഗം സൃഷ്ടിച്ച വൈകാരിക തരംഗം വോട്ടാക്കി മാറ്റാനുമാണ് മറിയെ മുൻനിർത്തി ഹൈക്കമാൻഡ് തലം വരെ ആലോചനകൾ നടന്നത്. എന്നാൽ പട്ടിക പുറത്തു വന്നപ്പോൾ മറിയ ഉമ്മന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല. ഇത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി. മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വം തടയപ്പെട്ടതിൽ കുടുംബത്തിനകത്തെ തർക്കങ്ങളാണെന്ന വാർത്തകൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു. സഹോദരൻ ചാണ്ടി ഉമ്മൻ മറിയയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ശക്തമായി എതിർത്തുവെന്നതായിരുന്നു പ്രധാന ആരോപണം. മറിയ സ്ഥാനാർത്ഥിയായാൽ താൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന് ചാണ്ടി ഉമ്മൻ ഭീഷണിപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ അണിയറകളിലും ചർച്ചയുണ്ടായിരുന്നു. ഒരേ കുടുംബത്തിൽ നിന്ന് 2 പേർ സജീവ രാഷ്ട്രീയത്തിൽ വരുന്നത് ഭാവിയിൽ അധികാര വടംവലിക്ക് കാരണമാകുമെന്ന് ഒരു വിഭാഗം ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ ചാണ്ടി ഉമ്മൻ ഈ വാർത്തകളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയത്തിൽ പുകയുണ്ടെങ്കിൽ തീ കാണുമെന്ന തത്വം വിശ്വസിക്കുന്നവർക്ക് അടൂർ പ്രകാശിന്റെ തലവിധി പരാമർശം കുടുംബത്തിനകത്തെ അസ്വാരസ്യങ്ങളിലേക്കുള്ള വിരൽചൂണ്ടലായിട്ടാണ് അനുഭവപ്പെടുന്നത്. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും മറിയ ഉമ്മൻ തളർന്നിട്ടില്ല. താനൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിലും പാർട്ടിയുടെ വിജയത്തിനായി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്ന് അവർ തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കായി അവർ വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നുണ്ട്. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറിയ നടത്തിയ റോഡ് ഷോകളും പൊതുയോഗങ്ങളും വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഛായയുള്ള അദ്ദേഹത്തിന്റെ മകളെ കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ജനങ്ങൾ തടിച്ചുകൂടുന്നത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആവേശം പകരുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാതെ തന്നെ ജനമനസ്സുകളിൽ ഇടം നേടാൻ മറിയയ്ക്ക് സാധിക്കുന്നുവെന്നതും അവരുടെ രാഷ്ട്രീയ ഭാവിയിലെ കരുത്താണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളും വോട്ടായി മാറുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിരുന്ന നിരുപാധികമായ ജനപിന്തുണയുടെ ഒരു ഭാഗമെങ്കിലും തിരികെ പിടിക്കാൻ മറിയയുടെ സാന്നിധ്യം സഹായിക്കും. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ മറിയ ഉമ്മൻ നടത്തുന്ന സന്ദർശനങ്ങൾ UDFന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവരുടെ കഴിവും ലാളിത്യവും ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ മറിയയ്ക്ക് വലിയ സ്വീകാര്യത നൽകുന്നു. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം മറിയ ഉമ്മന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസരം ലഭിച്ചില്ലെങ്കിലും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മറിയ ഉമ്മൻ ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ മറിയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട്. അടൂർ പ്രകാശിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മറിയയ്ക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നതും അവർക്ക് പാർട്ടിക്കുള്ളിൽ ലഭിക്കുന്ന പിന്തുണയുടെ തെളിവാണ്. വരും ദിവസങ്ങളിൽ മറിയ ഉമ്മനെ ചൊല്ലിയുള്ള ചർച്ചകൾ കൂടുതൽ ഗൗരവകരമായ തലങ്ങളിലേക്ക് നീങ്ങും. അവർക്ക് സീറ്റ് നിഷേധിച്ചവർക്ക് മുന്നിൽ ജനപിന്തുണ കൊണ്ട് മറുപടി നൽകാനാണോ മറിയ ലക്ഷ്യമിടുന്നതെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. മറിയ ഉമ്മൻ കേവലം ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലല്ല, മറിച്ച് തന്റേതായ നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിസത്തെ മറ്റൊരു മുഖം തുറന്നു കാണിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന സ്നേഹം അനിഷേധ്യമാണ്. അടൂർ പ്രകാശിന്റെ വാക്കുകൾ രാഷ്ട്രീയമായ ഒരു ഒളിയമ്പാണെങ്കിലും അത് മറിയ ഉമ്മൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഉദയത്തിന് വഴിമരുന്നിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയുടെ മകൾ കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ എപ്പോഴായിരിക്കും തന്റെ സ്ഥാനം ഉറപ്പിക്കുക? ആ ചോദ്യത്തിനുള്ള ഉത്തരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളും കോൺഗ്രസിനുള്ളിലെ അധികാര പുനഃക്രമീകരണങ്ങളും തീരുമാനിക്കും. മറിയ ഉമ്മന്റെ ഓരോ നീക്കവും രാഷ്ട്രീയ കേരളം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിലെ തലവിധിയെ ജനവിധിയാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുമോ എന്ന് കാലം തെളിയിക്കും.